ഇന്ന് നമ്മൾ കണ്ണൂരിലോട്ട് പോവാണ് കേട്ടോ. എറണാകുളം സൗത്ത് നിന്ന് 6 മണിക്ക് എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷം രാവിലെ എഴുന്നേറ്റുകൊണ്ടാണോ എന്നറിയില്ല, ട്രെയിൻ കയറിയപ്പോൾ തന്നെ ഞാൻ മടിയായി ട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചായയുടെ സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ആരോ ചായ കുടിക്കായിരുന്നു. അപ്പം തന്നെ എനിക്കും കൊതിയൊരു ചായ കുടിക്കാൻ. അങ്ങനെ ചൂടോടെ ഒരു ചായ കുടിച്ചു ട്ടോ. പിന്നെ കുറച്ചു നേരം ഞാൻ എന്നെ കാറ്റത്ത് ഉണക്കാൻ ഇട്ട പോലെ കുറച്ച് ഇളം കാറ്റ് കൊണ്ടിരുന്നു. അതിനിടയിലാണ് ഈ സുന്ദരൻ എൻ്റെ കണ്ണിൽ പെട്ടത്. ഇവനായിരുന്നു എനിക്ക് അവിടെ ആകെയുള്ള ഒരു നേരം പോക്ക് ട്ടോ. പക്ഷേ എൻ്റെ കൂടുതലുള്ള പ്രകടനം കണ്ടിട്ടാണാവോ അവൻ നേരെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നെ എനിക്ക് വിശന്നു. അപ്പൊ ഞാനൊരു പഴംപൊരിയും വടയും കൂടി വാങ്ങി കഴിച്ചു ട്ടോ. പഴംപൊരി കുത്തിക്കയറ്റുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെയും നേരം പോണല്ലോ. അപ്പൊ വീണ്ടും ഞാൻ കുറച്ച് ഹരിതാപയും പച്ചപ്പും ഒക്കെ നോക്കിയിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് കടല വറുത്തത് കഴിച്ചിട്ടോ. ഇനിയും നേരം പോകാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാലോ എന്ന് ആലോചിച്ച എന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഇതേ കണ്ണൂർ എത്തി. അപ്പൊ പിന്നെ കണ്ണൂർ ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേനും ഇതേ എന്റെ വിശപ്പിന്റെ വില 1, 2, 3, 4, 5 ഒക്കെ ആയിട്ട് ഞാൻ ആകെ തളർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്തുള്ള MRA റെസ്റ്റോറന്റിലേക്ക് കയറി. അവിടെ നിന്ന് എന്ത് കിട്ടിയാലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം എനിക്ക് അത്രയും വിശന്നുണ്ടായിരുന്നു. രാവിലെ കഴിച്ചതൊന്നും അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ലേ. ഐശ്വര്യമായിട്ട് നമുക്കൊരു വെജ് മീലിന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ മീൽസ് ആണ് ഓർഡർ ചെയ്തത്. ഒന്നും പറയാറില്ല കേട്ടോ. എനിക്കൊരു മിനി സദ്യ കഴിച്ച ഫീൽ ആയിരുന്നു. കൂടാതെ പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞാൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഒരു പായസത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കണ്ണൂർ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.